ജോബ് മാസ് വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഞാവൽ മരത്തിൻ്റെ കുറ്റിയാണ്. ഇതിൻ്റെ ഇരട്ടിയിലധികം ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുക്കിക്കാട്ട ബേച്ചേട്ടനും എൻ്റെ ചേട്ടൻ ബേച്ചേട്ടനും കൂടെ അത് പകുതിയിലധികം മുറിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പം അതിനുശേഷം അത് മുറിച്ചത് കോടാലിക്കായിരുന്നു. അപ്പം അതിനുശേഷം വിചാരിച്ചു എന്നാൽ മിഷ്യൻ പാലെടുത്ത് നമുക്കിത് ഇതേമാതിരി ശിരോയി ഇതാ മുറിയിടുന്നുണ്ട്, മുറിയിട്ട് കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മിഷ്യമ്പാളും കമ്പിയൊക്കെ എടുത്ത് നോക്കി. ചുരുക്കി പറഞ്ഞാൽ ആ വേരിൻ്റെ ഇടയിൽ കല്ലുണ്ടായിരുന്നു. മിഷ്യമ്പാളിൻ്റെ പല്ല് പോയി. അങ്ങനെ വീണ്ടും കോടാലി എടുത്ത് വീണ്ടും ബേച്ചേട്ടൻ മരത്തിൻ്റെ കുറ്റി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കാണുന്നത്. പിന്നെ കൈക്കോടാലിയായിട്ട് നമ്മുടെ മുക്കിക്കാട്ട ബേച്ചേട്ടനും ഇതാ വെട്ടുന്നുണ്ട്. അതുപോലെ ഇതാ ബിജുവും നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ പുഷ്പലാൽ, ഞങ്ങൾ വാവാന്നൊക്കെ വിളിക്കുന്ന പുഷ്പലാലും ഉണ്ട്. ഈ കുറ്റി നമ്മുടെ മുക്കിക്കാട്ടെ ബേച്ചേട്ടൻ്റെ വീട്ടിലുള്ള കുറ്റിയാണ് കേട്ടോ. മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവര്. ചുരുക്കി പറഞ്ഞാൽ മാനവെന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു സംഘമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സംഘത്തിനൊന്നും അറിയിച്ചൊന്നുമല്ല, ആ കൂട്ടുകെട്ട് വെച്ചാണ് ഇതിപ്പോൾ ചെയ്യാൻ ഒരുങ്ങിയത്. അപ്പം എല്ലാവരുടെയും സജീവമായിട്ടുള്ള പ്രയത്നം ഉള്ളതുകൊണ്ട് അത് വീണ്ടും നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ 4-5 പേരോ ഉള്ളെങ്കിലും ഉള്ള ആൾക്കാർ എല്ലാവരും സപ്പോർട്ടായിട്ടും എല്ലാം കൂടെയുണ്ട്. മനോഹരമായിട്ട് നല്ല പണിയാണ്. പച്ചക്കാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എളുപ്പത്തിൽ പണിയായിരുന്നു. പിന്നെ കോടാലി ആണെങ്കിലും അത്ര ക്ലിയർ അല്ല. ആയുധമൊന്നും ഇതൊന്നും അല്ലെങ്കിലും പരിചയസമ്പത്ത് കൊണ്ട് ഇത് മുഴുവൻ കണ്ടോ നല്ല മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു. എൻ്റെ ചേട്ടൻ കാക്കക്കൂട്ടിൽ ബേബി ചേട്ടൻ്റെ നേതൃത്വത്തിൽ മുക്കിലിക്കാട്ടെ ബിജുവും നമ്മുടെ വാവയും ഷിനോയും നമ്മുടെ മുക്കിലിക്കാട്ടെ ബേബി ചേട്ടനും എല്ലാവരും കൂടെ അത് കൂടിക്കഴിഞ്ഞപ്പം മനോഹരമായിട്ട് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റി. അപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബായ്.